ഇതാണ് ഡൈനിങ് ഏരിയ. കൊള്ളാലോ. ഹായ്. Hi, Sawatika. Savatika. I have booking. Yeah, can you Yeah. please tell me the name, please? Booking name is Manu Lena. Oh. Thank you. Thank you. കൊള്ളാം, നല്ല അഭിനയം. എങ്ങടാ അഭിനയം കൊള്ളാം. അത് ശരി. പിന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാടി നീ കല്യാണത്തിന് സമ്മതിച്ചേ? ഇഷ്ടല്ലെങ്കിൽ പിന്നെ എന്തിനാ ഹണിമൂൺ എഴുന്നള്ളിയേ? അത് പിന്നെ ഈ കാണാത്ത സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ. അയ്യടാ, അത് കാണാൻ ആരും വിചാരിക്കണ്ട. എന്നാ നീ എന്റെയും കാണണ്ട. അതിന് ആർക്ക് കാണണം? ഈ റൂം എന്തായാലും കൊള്ളാം. ഡബിൾ ബെഡ് ചോദിച്ചപ്പോൾ ട്രിപ്പിൾ ബെഡ് തന്നു. അതുകൊണ്ട് വലിയ ബെഡിൽ ഞാൻ കിടക്കും, ചെറിയ ബെഡിൽ താൻ കിടന്നാൽ മതി. അയ്യടാ, നിങ്ങൾ അടിമാലി പോയി പറഞ്ഞാൽ മതി. ഈ ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് ഞാനാണെന്നുണ്ടെങ്കിലേ ഞാൻ ഇവിടെ കിടക്കും, നീ അവിടെ കിടക്കും. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത ഞാനല്ലേ, അതുകൊണ്ട് വലിയ ബെഡ് എന്റെ, ചെറിയ ബെഡ് തന്റെ. അത് പിന്നെ എന്നാ കാണാലോ. എന്റെ ബെഡ്, തായ് ബെഡ്, തായ് ബെഡ്, എന്റെ ബെഡ്. എനിക്ക് ഞാൻ ബെഡ് വേണ്ട, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. നീ എങ്ങോട്ടെങ്കിലും പോ. അല്ല, ഇതൊക്കെ എന്തിനാ എന്റെ അടുത്ത് പറയുന്നേ? ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാ. താലികെട്ടിയ പുരുഷനല്ലേ ഭർത്താവല്ലെങ്കിലും. അതെന്ത് ലോജിക്ക്? താനെ ലോജിക്കും പറഞ്ഞോട്ട് തെക്കോട്ട് നോക്കിയിരിക്കും. ഞാൻ വടക്കോട്ട് പോയി കുളിച്ചിട്ട് വരാം. നീ എവിടേക്കെങ്കിലും പോ. ഹലോ എടി, ഞാൻ പറഞ്ഞിട്ടില്ല അവളുള്ളപ്പോ വിളിക്കല്ലേന്ന്. ഒരു ഗ്യാപ്പ് താ, ഞാൻ തിരിച്ചു വിളിക്കാം. എടി, താലി കെട്ടി ഇവിടെ വന്നു എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. എനിക്ക് നീയാണെല്ലാം. പറഞ്ഞാ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ആ പൊട്ടനില്ല. ഞാനവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, നോക്കട്ടെ. എടി, അതെ, നമ്മൾ സംസാരിക്കുന്നവളെ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കട്ടെ. ദൈവം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ആ പിശാച് കുളിച്ചോണ്ടിരിക്കുക. ഇതൊന്നൊന്ന് കുളി, മനുഷ്യന്മാർക്ക് കക്കൂസി പോണ്ടേ? എടാ, ഞാൻ നിന്നെ വിളിക്കാം. ഇല്ലെങ്കിൽ ഇയാൾ തായ്ലൻഡ് മുഴുവൻ നാറ്റിക്കും. എന്തൊരു ശല്യമായത്. അല്ല, ഇയാള് കുളിച്ചില്ലേ? കുളിക്കാൻ സമ്മതിക്കണ്ടേ? തൊള്ള വിളിച്ചോണ്ടിരിക്കുവല്ലേ. ഹലോ, എടാ, അവനും റിലേഷൻഷിപ്പിലാണെന്ന് തോന്നുന്നു. ഈ പോയിന്റ് പിടിച്ചു കയറി ഞാൻ അവനെ ഒഴിവാക്കിയിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വരും, ഉറപ്പ്. സോറി, ഞാൻ അറിയാതെ എടുത്ത് നോക്കിയതാ. അതിനിപ്പോ എന്താ, മൊബൈലിൽ എന്തിരിക്കണം? ഞാൻ വിചാരിച്ചു ദേഷ്യപ്പെടുമെന്ന്. അതൊക്കെ ചീപ്പ് ടോക്സിക് ബോയ് ഫ്രണ്ട്സ് അല്ലേ. ഞാൻ ടൈപ്പ് ഒന്നല്ല. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മനു, ഫ്രണ്ട്സ്. അതെ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്നല്ലേ? എനിക്കും അങ്ങനെ തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ തന്നോടൊന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു. സെയിം വെച്ച് ഞാൻ എങ്ങനെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു.
അത് കൊള്ളാം. ഇവിടെ വന്നിട്ട് ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ വല്ല ബീച്ചിലോ പൂളിലോ മുക്കിക്കൊല്ലാന്നുള്ള പ്ലാൻ വരെ എനിക്കുണ്ടായിരുന്നു. എൻ്റെ അമ്മേ, അത്രയ്ക്ക് ക്രൂരനായിരുന്നോ താൻ? അല്ല, അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റഡ് ആവാം. ഹേയ്, അങ്ങനെ ഇഷ്ടക്കേടിൻ്റെ പ്രശ്നമൊന്നുമല്ല. എൻ്റെ ഒരു കോളേജ് ടൈമിൽ തുടങ്ങിയൊരു പ്രേമമാണ്. അവളുടെ അമ്മ സമ്മതിച്ചില്ല. പിന്നെ കല്യാണ സമയത്തോടെ എന്നെ കാണാൻ വന്നിരുന്നു. പരസ്പരം നിയന്ത്രിക്കാൻ പറ്റിയില്ല. കല്യാണം നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ തന്നെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ. എനിക്കും നീ പോയാ പുല്ലാന്നും പറഞ്ഞ് പോയതാ. പിന്നെ അമ്മയുടെ വക ഒരു ആത്മഹത്യാ ഭീഷണി. ഞാൻ സമ്മതിച്ചു പോയതാ. പക്ഷെ ഇപ്പോൾ എനിക്ക് അവനെ ചതിക്കുന്നല്ലോ എന്നോർത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കും. ഈ താലി കെട്ടിയതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ ഹണിമൂൺ വരെ എത്തിയല്ലേ. ഇനി എന്ത് ചെയ്യും? ഈ ഡിവോഴ്സ് കിട്ടാതെ നമ്മളെങ്ങനെ വേറെ കല്യാണം കഴിക്കുക? എന്തായാലും പരസ്പരം പറയാൻ തോന്നി നന്നായി. ഇല്ലായിരുന്നെങ്കിൽ കാമുകയായിട്ട് ഒന്നിക്കാൻ വേണ്ടി ഭാര്യയെ പൂളി മുക്കിക്കൊന്നു എന്നൊരു ന്യൂസ്. താൻ പറഞ്ഞു പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ക്രൂരനാക്കൊന്നും വേണ്ട. അല്ല, പുള്ളിയുടെ പേരെന്താ? ഷിബു ഷാജി. ആ, ബെസ്റ്റ്. നല്ല പേര്. വല്ല കൊള്ളാവുന്ന പേരിൽ ആളൊന്നും കിട്ടിയില്ല. അവിടെയോ? ചിന്നു. ഓ, അത് ഭയങ്കര ഫാഷൻ പേരാണല്ലോ. സോറി, എനിക്കെന്തോ ഒരു ഗിൽറ്റ് ഫീല്, നിങ്ങളെ ചതിക്കുന്ന പോലെ. അയ്യേ, എന്തിന്? അല്ല, നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേറൊരാളെ സ്നേഹിക്കുമല്ലേ, അതുകൊണ്ട്. അത് ശരി, അത് തന്നെയല്ലേ ഞാനിവിടെ ചെയ്തോണ്ടിരിക്കണേ. അതെ, കുറേ നേരമായില്ലേ പൂളില്. നമുക്കൊന്ന് റൂമിൽ പോയാലോ? എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. അത് ശരിയാ, എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്തി സെറ്റപ്പ് ഒക്കെ? അല്ല, ഭാര്യയും ഭർത്താവും ഗുഡ് ബൈ പറയാൻ പോവല്ലേ, അപ്പൊ കുറച്ച് കളറാക്കാന്ന് വിചാരിച്ചു. ഓ ഹോ ഹോ ഹോ, കൊള്ളാം. സത്യം പറഞ്ഞാലേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ തനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അവനാണെങ്കിൽ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇല്ല, ഇവിടെ സെയിം അവസ്ഥ തന്നെ. തന്നോട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതാണ് അവളുടെ ഓർഡർ. ടു പൊസീവ്. എൻ്റെ ചെക്കൻ പോസസീവ് അല്ല, ടോക്സിക്കാ. ചില സമയത്ത് ഞാൻ വിചാരിക്കും ഈ പ്രണയത്തിൻ്റെ നിയമത്തെ പറ്റി. പ്രണയത്തിന് നിയമങ്ങളോ? നല്ല ആണുങ്ങൾക്ക് നല്ല പെണ്ണിനെ കിട്ടില്ല, നല്ല പെണ്ണുങ്ങൾക്ക് നല്ല ആണിനെയും കിട്ടില്ല. അല്ല, അയാളപ്പം നല്ല ആളല്ലേ? അങ്ങനെയല്ല. ഇന്നിപ്പോ നീ ഇന്ന് എൻ്റെ കൂടെ പൂളിൽ വന്നില്ലേ, ഇതേ സമയത്ത് അവനായിരുന്നെങ്കിൽ എൻ്റെ തലയിൽ കൂടെ വരെ തുണിയിട്ട് മറിച്ചിട്ട് എന്നെ പൂളിൽ ഇറക്കത്തുള്ളൂ. അങ്ങനെയല്ലേ? അല്ലെങ്കിൽ ഒരാളുടെ ഡ്രസ്സിങ് കയറി ഇടപെടാനുള്ള റൈറ്റ്സ് ഒന്നും ഇവിടെ ആർക്കും ഇല്ല. അതുമാത്രമല്ല, ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം സംശയമായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓ, അപ്പൊ ഈ സംശയരോഗിക്ക് വേണ്ടിയിട്ടാണോ താൻ ഇത്ര റിസ്ക് എടുത്തത്? അത് ശരി. അങ്ങനെയാണെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള അയാൾക്ക് വേണ്ടിയിട്ടാണ് താൻ റിസ്ക് ഒക്കെ എടുത്തേ? അല്ല, താൻ വന്നിട്ട് ഇതൊന്നും ഓർഡർ ചെയ്തില്ല? ഇല്ല, താനൂടെ വന്നിട്ടാവാന്ന് വിചാരിച്ചു. ഓ, വല്ലാത്ത ചേഞ്ചസ് ഒക്കെ ആണല്ലോ. താങ്ക് യു. താങ്ക് യു. താൻ കഴിക്കുന്നില്ലേ? കഴിക്കാം, താൻ കഴിക്കും. ഞാൻ
രാത്രി ഫ്രീ ആയിട്ട് ആദ്യമായിട്ടാണ് ഈ ഫുഡ് കഴിക്കുന്നത്. പെണ്ണുങ്ങളായ സ്ട്രക്ചർ വേണമെന്ന് പറഞ്ഞ് എപ്പോഴും അവൻ എന്നെ കഴിക്കാൻ സമ്മതിക്കില്ല. താൻ കൂടെ ഉള്ളപ്പോൾ ഫ്രീ ആയിട്ട് എനിക്ക് എന്ത് വേണേലും കഴിക്കാം. ഇനിയിപ്പോൾ അതും നാളത്തോട്ടുണ്ടാവില്ല. ഓ, അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അവസാന രാത്രി അല്ലേ? അതെ. താങ്ക് യു സോ മച്ച്. എടാ ഇത് വേണ്ട, ഇത് ശരിയാവില്ല, എനിക്ക് പോണം. താൻ തന്നെ പറഞ്ഞിട്ട് താൻ തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണോ? ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ലാസ്റ്റ് ദിവസം ഞാനൊന്ന് ആഘോഷിച്ചോട്ടെ. എപ്പോഴും അവനാ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാറ്. എൻ്റെ ഇഷ്ടത്തിന് ഒരു വിലയും കിട്ടാറില്ല. എന്നീ രാത്രിയിൽ തൻ്റെ ഇഷ്ടത്തിന് മാത്രമേ വരികയുള്ളൂ പോരെ? നമ്മൾ തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ലല്ലോ. അതെ. ഞാൻ ഷോളിട്ടില്ലല്ലോ, കുഴപ്പമുണ്ടോ? താൻ വേണമെങ്കിൽ ബിക്കിനിട്ട് കിടന്നു, എനിക്കൊരു കുഴപ്പമില്ല. ഇതാണ് പ്രേമത്തിന്റെ പുതിയ റൂൾ. പണ്ട് പ്രേമിച്ചവർ ശത്രുക്കളും ഇനി പ്രേമിക്കാൻ പോകുന്നവർ സ്ട്രേഞ്ചേഴ്സും ആണ്. ഇപ്പൊ പ്രേമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നത്, മനസ്സിലായോ? അപ്പോ നമ്മുടെ ശരിക്കുള്ള ഹണിമൂൺ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്.